ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിലെ മാടായി പാറക്ക് മുകളിൽ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന കോട്ടയാണ് മാടായി കോട്ട. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. തെക്കിനാൽ കോട്ട എന്നും ഇതറിയപ്പെടുന്നുണ്ട്. 2000 വർഷം മുമ്പ് മൂഷക വംശത്തിലെ വല്ലഭൻ രാജാവ് പണി കഴിപ്പിച്ചതാണ് മാടായി പാറയിലെ ഈ കോട്ട. 1765-68 കാലഘട്ടത്തിൽ ഹൈദരലിയുടെയും കോലത്തു രാജാവിൻ്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഇതിന് സമീപമുള്ള പാളയം ഗ്രൗണ്ടിലാണ്. അനേകം യുദ്ധങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോട്ട പിന്നീട് തകരുകയായിരുന്നു. ഏഴിമല രാജവംശത്തിൻ്റെ രാജസ്ഥാനങ്ങളിലൊന്നായ ഉപസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു മാടായി കോട്ടയെന്നു ചരിത്രത്തിൽ കാണാം. ഏഴിമല രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടിയാണ് ഈ കോട്ട. പിൽക്കാലത്ത് കോലത്തിരി രാജാവിൻ്റെ പടനായകനായ മുരിക്കഞ്ചേരി കേളുവിൻ്റെ അധീനതയിലായിരുന്നു ഈ കോട്ട. പാരമ്പര്യമായി കോലത്തിരി രാജാവിൻ്റെ മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നവരാണ് മുരിക്കാഞ്ചേരി കുടുംബക്കാർ. പല നാടൻ പാട്ടുകളിലും മുരിക്കാഞ്ചേരി കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. കോലത്തിരി രാജാവിൻ്റെ പ്രമുഖ പടനായകനായിരുന്നു മുരിക്കഞ്ചേരി കേളുനായർ. കണ്ണൂർ ജില്ലയിലെ മാടായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. മാടായി പാറയിലെ കോട്ടകൾ ഇദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാനവും. ചിറക്കൽ സ്വരൂപവുമായുള്ള വാസ്കോഡ ഗാമയുടെ ബന്ധത്തിന് ഏറ്റവും എതിര് നിന്നത് കേളുനായരായിരുന്നു. പോർച്ചുഗീസുകാരുമായി നടന്ന ഏറ്റുമുട്ടലിലായിരുന്നു മുരിക്കഞ്ചേരി കേളുവിൻ്റെ അന്ത്യം. ഒരുപാട് പോരാട്ട മുഖങ്ങൾക്ക് മൂകസാക്ഷിയായി നിന്ന കോട്ട ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കോട്ട തകരാതെ വിസ്മൃതിയിലാണ്ട് പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മാടായിക്കാരൻ്റെയും ബാധ്യതയാണ്. വേണ്ടപ്പെട്ട അധികാരികൾ താമസിയാതെ കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പൂർണ്ണമായ സപ്പോർട്ട് ചെയ്യുക.